എൻ്റർടൈൻമെൻറ്റും ഹൊററും തമ്മിലുള്ള ഒരു മിഷൻ ഉണ്ടല്ലോ. അത് ഏറ്റവും അവസാനമായിട്ട് കണ്ടത് ഇൻഗോസ്റ്റ് ഹൗസിനിലാണ്. അപ്പം ഇവിടെ വരുമ്പോൾ കുറേ യങ് ആയിട്ടുള്ള ആളുകൾ കുറച്ച് ഹൊറർ കോമഡി ചെയ്യുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ കൺസെപ്റ്റിൽ തന്നെ എന്തെങ്കിലും പുതുമയുണ്ടോ? ഹൊററിനെ ഞാൻ വിളിക്കില്ല. ഹലോ മമ്മി കുറച്ചും കൂടി ഫാന്റസി എലിമെന്റ്സ് ഉള്ള ഒരു ജഗദീഷ് ചേട്ടന് പറയുന്നുണ്ടായിരുന്നു, ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ള ഒരു സാധനത്തിന്റെ വേറൊരു ടേക്കാണ് ഹലോ മമ്മി. അതിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്, ഹ്യൂമറസ് ആയിട്ടുള്ള ഫിലിമാണ്, എന്നാൽ ഒരു പോയിന്റിൽ ഇമോഷൻസിന്റെ ഇൻഫ്ലക്സ് ഉണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ ഈ നായകന്റെ കൂട്ടുകാരിൽ വ്യത്യസ്തത കണ്ടെത്തുക എത്രമാത്രം ശ്രമകരമാണ്? ഭയങ്കര ശ്രമകരമാണ് അത്. അതുകൊണ്ട് ഇതിനകത്ത് ഭയങ്കര വ്യത്യസ്തമായിട്ട് നായകന്റെ അളിയനായിട്ടാണ് ചെയ്യുന്നത്. അല്ല, അത് എൻ്റെ കൂട്ടുകാരനല്ല, അളിയനായിട്ടാണ്. കൂട്ടുകാരനായിരുന്നു, നായകന്റെ പെങ്ങളെ പ്രേമിച്ച് കിട്ടി. പക്ഷെ അതൊന്നും കഥയിലില്ല, നമ്മൾ തന്നെ ഒരു സാധനം ഉണ്ടാക്കി, ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി. പിന്നെ യെസ്, അളിയനായിട്ടാണ്. ഞാനും ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഫിലിമിൻ്റെ കാര്യത്തിൽ. കാരണം നമ്മൾ സാധാരണ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ പോകുമ്പോൾ ചെയ്യുന്ന കൈൻഡ് ഓഫ് പരിപാടികളോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളൊരു പരിപാടികളോ ആയിരുന്നില്ല ഈവൻ ഇതിൻ്റെ മേക്കിംഗ് പോലും. നമ്മളതിൻ്റെ കഥ കേൾക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഇത് എങ്ങനെയായിരിക്കും, ഇവരെങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അത് ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഉപദേശിക്കുന്ന അളിയൻ അങ്ങനെയാണോ? കണ്ടിട്ട് തോന്നിയില്ല, എക്സാക്ട്ലി. ഷറഫുദ്ദീൻ നായകനായിട്ട് നിൽക്കുമ്പോഴും ഇപ്പോൾ ബോഗൻവില്ല പോലത്തെ ഒരു സിനിമയുടെ അകത്ത് ആ സിനിമയുടെ കഥാപരമായിട്ട് കഥാഗതിയെ മാറ്റുന്ന ഒരു കഥാപാത്രം ഒന്നുമല്ല. എന്നാൽ ഷറഫുദ്ദീൻ വന്നതുകൊണ്ട് അവിടെ ഉണ്ടായ ചിരികളുണ്ട്, മൊമെന്റ്സ് ഉണ്ട്. ഇപ്പോഴും എന്തിനാ അങ്ങനെ ഒരു റോള് പോയി ടേക്കപ്പ് ചെയ്യുന്നത്? അല്ല, അങ്ങനെയുള്ള റോളുകൾ എന്നിൽ നിന്നും മാറരുതെന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നെ എനിക്ക് ആ സിനിമയുടെ കഥാഗതിയിൽ ഞാൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ചിന്ത ഉണ്ടാവുമല്ലോ, എന്താ സംഭവിക്കുക, ആ ചിന്തയാണ് എനിക്ക് തോന്നുന്നു ഞാനുള്ളത് കൊണ്ട് ആ സിനിമയ്ക്ക് എന്നിൽ നിന്നും സംഭവിക്കാവുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ ഹാപ്പിയാണ്. ജോ, ഇപ്പൊ നമ്മൾ നേരത്തെ ജഗദീഷ് ചേട്ടനോട് സംസാരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞിരുന്നു കോമഡി ആയിട്ട് പേടി അഭിനയിച്ച് കാണിക്കുമല്ലോ, കൊമേഡിയൻസ് പേടി അഭിനയിച്ച് കാണിക്കുമല്ലോ പ്രേതം വരുമ്പോഴൊക്കെ. അത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് വലിപ്പിക്കാൻ എന്നുള്ളത്. ജോൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ഇതില് പേടിക്കുന്ന സീനുകൾ ഉണ്ടെങ്കിലും നാച്ചുറലി നമ്മൾ പേടിക്കൂലേ, അങ്ങനത്തെ സംഭവങ്ങളെ പോയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് വലിയ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല പേടി അഭിനയിക്കുന്നതൊന്നും. അന്ന് പറഞ്ഞിരുന്നു നായകനായിട്ടുള്ള പടമൊക്കെ ഞാൻ സൂക്ഷിച്ചെടുക്കുള്ളൂ എന്നൊക്കെ. എന്നിട്ട് പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ട് നായകനായിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൺലൈൻ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സ്ക്രിപ്റ്റ് ഫുള്ള് കിട്ടിയിട്ടില്ല. അത് ഫുള്ള് വായിച്ചിട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ലേ? അത് എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കിട്ടിയിട്ട് ഓക്കെ. ഷറഫുദ്ദീൻ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താ? ഇങ്ങനെ തന്നെ നിലനിന്ന് പോകണം, അതോ അതിനേക്കാൾ മുകളിൽ പോകണം? ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിലനിന്ന് പോകുന്നതും ഒരു സുഖമാണ്, അതിനപ്പുറത്തേക്ക് അതിന് മുകളിലും ഉണ്ടല്ലോ, മാസ് ഹീറോ, സൂപ്പർ സ്റ്റാർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എന്താ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ഇതൊക്കെ ഒന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളും റിലീസ് ആവാനുള്ള സിനിമകളും എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ എത്തുമ്പോൾ അടുത്ത ചിന്തയിലേക്ക് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതെ, ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു പ്ലാനോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ വർക്കാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. പിന്നെ തീർച്ചയായും എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കും, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഒരു ആക്ടർ അറ്റൈൻ ചെയ്യേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ഒരു ബെറ്റർ ടുമാറോയ്ക്ക് വേണ്ടി നിങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇത് ഈസി ആയിട്ട് വരുന്നുണ്ടോ ഒരാൾക്ക്? എനിക്ക് പറഞ്ഞതിൽ ഡിസിപ്ലിൻ എന്നുള്ളത് നമ്മൾ സെറ്റിന്റെ ഫങ്ഷൻസിനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യുന്നതും, ഇപ്പൊ എനിക്ക് പരിചയമുള്ള കുറച്ച് ആക്ടേഴ്സ് ഡയറ്റ് ഫോളോ ചെയ്യാറുണ്ട്, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ താല്പര്യങ്ങളാണ്. എനിക്കിതിൽ താല്പര്യം ഉള്ളതുകൊണ്ട് എനിക്കിത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ അത് മാത്രമാണ് കറക്റ്റ് വേ എന്നുള്ളതും പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ മോർ അക്സെപ്റ്റഡ്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫോർമാറ്റാണ്. ബട്ട് ഡസൻ മീൻ ദാറ്റ് നമുക്ക് ലാലേട്ടന് നല്ല വണ്ണം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, നമുക്ക് സ്നേഹം എന്തെങ്കിലും പറഞ്ഞു? ഒരിക്കലുമില്ല. നമുക്ക് അപ്പോഴും അവരുടെ ആക്ടിങ് അല്ലെങ്കിൽ അവർ സ്ക്രീനിൽ കൊണ്ടുവരുന്ന മാജിക്കിലാണ് നമുക്ക് ആ ബിലീഫ് വരുന്നത്. ഞാനിത് ചെയ്യാറുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ. ചില സമയത്ത് ഐ ലെറ്റ് ലൂസ് ഓൾസോ. ഒരുപാട് സ്വീറ്റ്സ് ഇഷ്ടമുള്ള ആളാണ്. ചില സമയത്ത് എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിയാൽ ഞാനത് ചെയ്യും. ബട്ട് അത് കൂടിപ്പോയി എന്ന് തോന്നുന്ന സമയത്ത് ഐ കം ബാക്ക് ടു ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ വരാറുണ്ട്. ഞാൻ പെട്ടെന്ന് നിങ്ങളൊരു റൗണ്ടിലേക്ക് കൊണ്ടുപോകണം, നിങ്ങളുടെ ഒരു എനർജി ഇല്ലാത്ത അവസ്ഥയെ കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ പേര് വാട്ട്സ് ഇൻ കോമൺ എന്നാണ്. അതായത് ഒരേ സ്റ്റോറി ലൈനുള്ള അല്ലെങ്കിൽ ഒരു സിനിമയുടെ അകത്ത് വരുന്ന എന്തെങ്കിലും സെയിം ആയിട്ടുള്ള 2 സിനിമകളിൽ വരുന്ന എലമെന്റ് ഞാൻ പറയും.
അത് ഏതൊക്കെയാണ് ആ 2 സിനിമകളെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഐശ്വര്യലക്ഷ്മി അതിരയുമാണ് ടീം എ, പിന്നെ ഷറഫുദ്ദീനും ജോയുമാണ് ടീം ബി. അപ്പോൾ ഞാൻ അതൊരു ട്രയൽ കാണിക്കാം. അതിനെ വെച്ച് ഞാൻ ട്രയൽ കാണിക്കാം. അതിന് ടീമിനെ വെച്ച് ഞാൻ ട്രയൽ കാണിക്കാം. ഓക്കെ, ടീം എക്ക് വേണ്ടിയിട്ടുള്ള ട്രയലാണ്. ടീം എ ടീം ജെ. ടീം എ ടീം ജെ. കാമുകനെ കാണാൻ വേണ്ടി വന്ന് ലോഡ്ജിൽ ട്രാപ്പ് ആവുന്ന നായിക, കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി സൈക്കോക്കൊപ്പം വീട്ടിൽ ട്രാപ്പ് ആവുന്ന നായിക. 2 സിനിമകളുണ്ട്. വീട്ടിൽ ട്രാപ്പ് ആവുന്ന സൈക്കോയോടൊപ്പം വീട്ടിൽ ട്രാപ്പ് ആവുന്ന നായിക, കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി പുറപ്പെട്ട്. വീട്ടിലാണോ ഹോസ്റ്റലിലാണോ? വീട്ടിൽ. ഹോസ്റ്റലിലാണ് ഞാൻ കടിയപ്പേരെ കൂട്ടാണെന്ന് പറയാൻ വേണ്ടിയിരുന്നു. സൈക്കോ ഉണ്ട് അതിന്. സൈക്കോയോടൊപ്പം വീട്ടിൽ ട്രാപ്പ് ആവുന്ന സൈക്കോ കുടുംബവും സൈക്കോയും അതിന്റെ ഒപ്പം വീട്ടിലങ്ങനെ ട്രാപ്പായി. ഞാനാണോ വർത്തനാണോ? ഇതാണ് നമ്മുടെ ഒരു മൂഡ്. തുടങ്ങാം നമുക്ക്. ഓക്കെ, ആദ്യം നമുക്ക് ടീം ജയിൽ പിടിക്കാം. അനിയന് വേണ്ടി സ്പോർട്സ് മീറ്റിൽ ഓടി ജയിക്കുന്ന ചേട്ടൻ മരിച്ചതറിഞ്ഞിട്ടും പാട്ടുപാടി കല്യാണം നടത്തുന്ന അനിയൻ. സ്പീഡ് ട്രാക്ക്. മറ്റേത് ഇത് നമ്മുടെ രാമകഥാഗാനലയം ഭരതം. ഒരു പോയിന്റ്, ഇത് കുറച്ച് ശ്രദ്ധിക്കണം. ടൂറ് പോകുന്ന പെൺകുട്ടികൾക്കൊപ്പം വരുന്ന നായകൻ പ്രേതം, നായകനൊപ്പം ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം. നായകനൊപ്പം ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം അപരിചിതൻ. അത് അപരിചിതൻ. ഏത്? ഇഡ്ലി സാമ്പാർ. ആദ്യത്തെ അപരിചിതൻ. നായകനൊപ്പം ഇഡ്ലി സാമ്പാറും കഴിക്കുന്ന പ്രേതം മേഘസന്ദേശം. ഓ അരെ വാ, കണ്ണിങ് ആണ്. 1-1. അടുത്തത്, ഇല്ലത്തെ നമ്പൂതിരിയെ കൊല്ലാൻ വരുന്ന മുസ്ലിം യുവാവ്, ഇല്ലത്തെ നമ്പൂതിരിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു വരുന്ന മുസ്ലിം യുവാവ്. ഓക്കെ, മറ്റേത് പാട്ട് പറഞ്ഞ പടം. പാട്ട് പറഞ്ഞ എടാ ഇതിലോട്ട് പാട്ട് പറഞ്ഞു മറ്റേ ഇത് പാട്ട് സുലൈമാനേ. അതന്നെ അറിയാം. ഇല്ല, ഒരു പാസിംഗും ഇല്ല, ഞങ്ങൾക്ക് കാര്യം അറിയാം. പിന്നെ ഉദയപുരം സുൽത്താൻ. 2-1. അടുത്തത്, ഇത് കുറച്ച് ടഫാ. ചേട്ടൻ ഞാൻ ഈ ക്ലാസ് ലാബ്സിന്റെ റിയാലിറ്റി ഷോയിലേക്ക് മകനെ പറഞ്ഞുവിട്ട് സ്വന്തം ആഗ്രഹങ്ങൾ മകനിലൂടെ നേടുന്ന നായകൻ, എൻട്രൻസിന് തോറ്റ് റിയാലിറ്റി ഷോയിലേക്ക് പോയതിന് മകനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്ന സബാഷ്. 2-2. അടുത്തത്, ഇത് ഇത്തിരി ടഫാ. 3 പേരെ പ്രേമിച്ച് 3-ാം പ്രേമം സക്സസ് ആവുന്ന ഇവന്റ് പ്ലാനർ ആയ നായിക, 3 പേരെ പ്രേമിച്ച് 3-ാം പ്രേമം സക്സസ് ആവുന്ന കഫേ ഓണർ. പ്രേമം ജൂൺ. ഓ സെറ്റ്. 2-2. അടുത്തത്, 50,000 ഒപ്പിക്കാൻ നെട്ടോട്ടം ഓടുന്ന നായകൻ, കാറിന് മുകളിൽ വെച്ച ഷൂവിന് നേരെ ഓടി ബസ് ഇടിക്കുന്ന നായകൻ. 50,000 രൂപ ഒപ്പിക്കാൻ നെട്ടോട്ടം ഓടുന്ന നായകൻ. നേരം. ഓക്കെ,